ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മളെ യാത്ര ഒരു ബർദുബായിലൊരു ടെമ്പിളുണ്ട്, അവിടേക്കാണ്. അപ്പോൾ അവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അപ്പം അവിടെ ഒന്ന് പോയി നോക്കാം എന്നുള്ളതിലാണ് രാവിലെ ഇറങ്ങിയിട്ടുള്ളത്. ബാക്കി പോകുന്ന വഴിയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പം ചാനൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ബർദുബായ് ക്രീക്കിൻ്റെ സൈഡിലൂടെയാണ് നടക്കുന്നത്, കാണുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബർദുബായിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് വേറെ സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വഴി നടന്നാണ് നമുക്ക് അമ്പലത്തിലേക്ക് പോകേണ്ടത്. ഞാനിതുവരെ പോയിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇറങ്ങിയതാണ്. എന്തായാലും പോയി നോക്കാം. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ബർദുബായിൽ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഈ കാണുന്നതെല്ലാം ഓരോരോ ഷോപ്പുകളാണ് കേട്ടോ. കഫേ, കഫ്റ്റീരിയ, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകളൊക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ ആ അമ്പലം എവിടെയാണെന്നുള്ളത് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കേണ്ടി വരും. കാരണം ഏകദേശം ഒരു രൂപം വെച്ച് നമ്മളൊരു ഓൾഡ് സൂക്കുണ്ട്. ആ ഓൾഡ് സൂക്കിൻ്റെ അടുത്താണെന്നാണ് പറഞ്ഞത്. ആ ഓൾഡ് സൂക്കിൻ്റെ അടുത്തല്ല, ഓൾഡ് സൂക്കിൻ്റെ ഉള്ളിലൂടെയൊക്കെ കയറിയിട്ട് കുറച്ചങ്ങ് നടക്കണം എന്നാണ് പറഞ്ഞത്. നമുക്ക് ഓൾഡ് സൂക്കിൻ്റെ അകത്ത് കയറിയിട്ടേ ആരോടെയും ചോദിച്ചു നോക്കാം. ഇതുണ്ട, ഇത് അബ്രകളാണ്. ഇതിന് അബ്ര എന്നാണ് പറയുക. ഈ ബോട്ടില്ലേ അപ്പുറത്തുനിന്ന് ക്രോസ് ചെയ്യുന്നത്, അതിന് അബ്രകൾ എന്നാണ് പറയുക. അപ്പോൾ ഈ അബ്രയിൽ ഒരു ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അപ്പുറത്തേക്കും ക്രോസ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മൾ അബ്ര ക്രോസിങ്ങിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണേണ്ടവരതൊന്ന് കാണാം. ഇതാണ് അബ്രകൾ. അപ്പോൾ ഇതിൽ ക്രോസ് ഒരു ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബർദുബായ് സൈഡിൽ നിന്ന് ദേര സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾഡ് സൂക്ക്, കണ്ടോ, ഗ്രാൻഡ് സൂക്ക് ബർദുബായ്. ഇതിൻ്റെ ഈ ഒരു എൻട്രൻസിലൂടെയാണ് കയറേണ്ടതെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം. ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല. ഷോപ്പുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ. ഷോപ്പുകളൊക്കെ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ, ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. സമയം 10 മണിയാവാറായി. അമ്പലമൊക്കെ അടച്ചിട്ടുണ്ടാവും എന്നുള്ളത് അവിടെ പോകുമ്പോഴേ. ആരോടാ ചോദിക്കുക? ആരോടെങ്കിലും ചോദിച്ചു നോക്കാം നമുക്ക് ആദ്യം. ഞാൻ അവിടെ ഒരാളെടുത്ത് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു നേരെ പോയിട്ടേ റൈറ്റിലേക്ക് കട്ട് ചെയ്യുക, പിന്നെ ലെഫ്റ്റ്. അപ്പോൾ നേരെ ചെല്ലുന്നത് അമ്പലത്തിലേക്കാണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടോളൂ. ഷോപ്പുകളൊക്കെ
ഇവിടെ നിന്നാണോ റൈറ്റിലേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. അതിൻ്റെ അടുത്താണെന്ന് പറഞ്ഞ് നോക്കട്ടെ. പള്ളി അതാ കാണുന്നതാണ് പള്ളി. നല്ല വെയിലാ. ഇത് ദുബായിയുടെ ഒരു ഓൾഡ് സ്റ്റൈലുള്ള മാർക്കറ്റാണ്. ഇവിടെ സ്പൈസസ്, ഡ്രസ്സ്, തുണി അങ്ങനത്തെ പല ടൈപ്പ് സാധനങ്ങളും കിട്ടും. അത്യാവശ്യം വില കുറവ് ഇതിൽ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ തന്നെ ആയിരിക്കണം. ഇവിടെ ഇതാണ് ഇതൊരു താലത്തിൽ കുറച്ച് പൂക്കൾ, ഓറഞ്ച് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അതൊരു അമ്പലത്തിലേക്കുള്ള വഴിപാടോ മറ്റോ ആണ്. എന്തായാലും പോയി നോക്കാം. നല്ലൊരു ഏരിയ കേട്ടോ. നല്ല മരങ്ങളൊക്കെ ഉണ്ട്. ഇത് വേപ്പിൻ്റെ മരമാണ്. ക്യാമറ ഉള്ളിലേക്ക് അലൗഡ് ആണോ എന്ന് അറിഞ്ഞൂടാ. പോയി നോക്കാം. ഇവിടെയാണ് ഇതാണ് അമ്പലം. അമ്പലത്തിൽ കയറുന്ന വഴികളാണ്. അമ്പലത്തിലേക്ക് ഈ ക്യാമറ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ അകത്ത് കയറി തൊഴുതു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും നേരത്തെ ഞാൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നേക്കാളും കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായി തുടങ്ങി. പിന്നെ ഞാൻ അവിടെ അധികം നിന്നില്ല. ഞാൻ നേരെ നമുക്ക് വേറൊരു ഭാഗത്തുകൂടി പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുക. നമ്മൾ വന്നത് ആ മരമൊക്കെ ഉള്ള ആ ഭാഗത്തൂടെ ആയിരുന്നു. നമുക്ക് ഇപ്പോഴത്തെ സൈഡിലൂടെ പോയി നോക്കാം. അതിൽ കുറേ ഷോപ്പുകളും കാര്യങ്ങളും അതിൽ നടക്കാൻ പറ്റും. നാട്ടിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു അതേ അറ്റ്മോസ്ഫിയർ തന്നെയാണ്. കാരണം ആ ഷോപ്പുകൾ, അവിടെ കിട്ടുന്ന സാധനങ്ങളും എല്ലാം ഉള്ള ഷോപ്പുകൾ തന്നെയാണ് ഇവിടെ. പൂക്കൾ, പൂജാ സ്റ്റോറുകൾ, കാരണം അങ്ങനെയുള്ള കുറേ ഷോപ്പുകൾ ഇവിടെയുണ്ട്. ഞാൻ ക്യാമറ എടുത്ത് നടക്കുന്നുണ്ട്. അവിടെ ഒരാൾ എന്തോ പറയുന്നുണ്ട്. ഈ ക്യാമറ പാടില്ല എന്നാണോ എന്ന് അറിഞ്ഞൂടാ.
അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിപ്പോൾ പുറത്തേക്ക് നമ്മുടെ ക്രീക്ക് സൈഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അവിടേക്കുള്ള വഴിയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ, അപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഷോപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുള്ളൊരു വഴിയിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് മാത്രം. അപ്പോൾ ഇത് നേരെ ചെല്ലുന്നത് ക്രീക്ക് സൈഡിലേക്കാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് നടന്നു പോകാവുന്നതാണ്. ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വ്ളോഗുമായിട്ട് ഉടനെ കാണാം. ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.